എൻ്റെ മനസ്സിൽ ആ ഒരു പേരുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പേര് ഓർമ്മ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഭാഗം കാണുന്ന സമയത്ത് ഏത് വാഹനത്തിനായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡിലെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പത്തെ സ്വിഫ്റ്റിൻ്റെ റിയർ സ്റ്റാർട്ട് ചെയ്യണേ. മാരുതി സുസുക്കി സ്വിഫ്റ്റിന് 4 സ്റ്റാർ റേറ്റിംഗ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുള്ള വാർത്തയാണെങ്കിലും ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ ചോദിച്ചിരുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ ആ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാർ വരുമോ, ആ സ്വിഫ്റ്റ് വരുമോ എന്നുള്ളൊരു ചോദ്യം. ആ ഒരു ചോദ്യം നിലനിൽക്കെ തന്നെ മാരുതി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിനെ വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് 2024 സ്വിഫ്റ്റ്. ഇതൊരു ന്യൂജൻ സ്വിഫ്റ്റാണ്. ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം, 4 സ്റ്റാർ എൻകാപ്പ് റേറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം, ഏറ്റവും പുതിയ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം, ഒരു സിലിണ്ടർ മിസ്സായ കഥയെക്കുറിച്ച് പറയാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റുകളിലൊന്നാണ് പ്രീമിയം ഹാച്ച്. ഈ പ്രീമിയം ഹാച്ചിൻ്റെ 62% കൈകാര്യം ചെയ്യുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും. അത്രമാത്രം ജനപ്രീതിയുള്ളൊരു വാഹനമാണ്. മാത്രമല്ല മാരുതിയുടെ പ്രൊഡക്ഷൻ്റെ ഏറ്റവും കൂടുതലും വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുമാണ് എന്നാണ്. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇഷ്ടപ്പെട്ട വാഹനങ്ങളിലൊന്ന്, ഒരുപാട് ഫാൻ ബേസ് ഉള്ള വാഹനങ്ങളിലൊന്ന് എന്നൊക്കെ വേണമെങ്കിൽ സ്വിഫ്റ്റിനെ വിശേഷിപ്പിക്കാം. ലുക്ക് വൈസ് ഒരു കുഞ്ഞൻ വാഹനം, എന്നാൽ അത്യാവശ്യം ഫീച്ചർ റിച്ച് ആണ്, സ്പേഷ്യസ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെയാണ് ആളുകൾ സ്വിഫ്റ്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം. ഏറ്റവും പുതിയ സ്വിഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ന്യൂജൻ സ്വിഫ്റ്റ് എന്നാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചേഞ്ച് വിസിബിൾ ആണ് എന്ന് പറയാം. ആദ്യം തന്നെ ആ ഒരു ഗ്രില്ലിൽ നിന്ന് ആരംഭിക്കാം അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രിൽ പാറ്റേൺ മാറിയിട്ട് ഒരു ഹണികോം ഗ്രില്ലിൻ്റെ ഒരു വലിയ ഡിസൈൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഗ്ലോസി ബ്ലാക്ക്, അല്ലെങ്കിൽ നമ്മൾ പിയാനോ ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനകത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ബോർഡറും പിയാനോ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതൊരൊറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്രില്ല് ഇങ്ങനെ മാറിയ സമയത്ത് ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. നേരത്തെ ലോഗോ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ എടുത്തിട്ട് ബോണറ്റ് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സുസുക്കിയുടെ എസ് എന്ന് പറയുന്ന ലോഗോ എന്നുള്ളതാണ്. ബമ്പറും ഏറ്റവും പുതിയതാണ്. ആ ഒരു ലിപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് എഡിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസൈൻ ഏറെക്കുറെ സെയിം ആണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പാറ്റേൺ ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡിസൈൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഡിസൈൻ ആട്ടോ. പാറ്റേൺ ഡിഫറൻ്റ് ആണ്. അതായത് LED സിസ്റ്റം വന്നിട്ടുണ്ട്. നേരത്തെ LED ഉണ്ട്, DRL ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹാലജനാണ്. ഫുള്ളി ഒരു LED സിസ്റ്റം എന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയ ബമ്പർ വന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫോഗ് ലാമ്പ് ഹൗസിംഗ് ഏരിയ ഒക്കെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള മറ്റൊരു മാറ്റം. ഇനി വളരെ രസകരമായിട്ടുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായിട്ട് സംസാരിച്ചൊരു മാറ്റം ഈ ഒരു ക്യാരക്ടർ ലൈനാണ്. ശരിക്കും ബോണറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. എന്നാൽ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു ലൈനില്ലേ, ഇതെങ്ങനെ കയറി സൈഡിലൂടെ ബാക്കിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു കണക്ഷൻ ലൈൻ കണ്ടിട്ടുള്ളത് മിനി കൂപ്പറിലായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു അല്ലേ, ഒരു റൊട്ടേറ്റിംഗ് എലമെൻറ്റ് പോലത്തെ ഒരു സാധനം മിനി കൂപ്പറിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് മാറ്റം വിസിബിളാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ എവിടേക്കോ മാരുതിയുടെ പഴയൊരു വാഹനത്തെ എനിക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ആ ഒരു പേരുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പേര് ഓർമ്മ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഭാഗം കാണുന്ന സമയത്ത് ഏത് വാഹനത്തിനായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. മാരുതിയുടെ ഒരു പേരുണ്ട്, മറ്റു പല നിർമ്മാണ കമ്പനികളുടെ മോഡലിനോടും സാദൃശ്യം തോന്നുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫ്രണ്ട് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. അതിന് മുമ്പ് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ ഒരു ക്യാരക്ടർ ലൈനാണ്. അത് ആ ബാക്കിലേക്ക് കൂടി കയറി നിൽക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് പിയാനോ ഗ്ലോസി എലമെൻറ്റ് ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിററിനകത്ത് കാണാം. ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, 360 ഡിഗ്രി ക്യാമറ വ്യൂ ഈ വാഹനത്തിനകത്ത് ഇല്ല എന്നുള്ളത് എടുത്ത് പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു 15 ഇഞ്ച് വീൽ കാണാം. പുതിയൊരു വീൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ മാത്രമാണ് 15 ഉള്ളത്, താഴേക്ക് വരുന്ന സമയത്ത് 14 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സസ്പെൻഷൻ്റെ അകത്ത് ട്യൂണിംഗ് ഡിഫറൻസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. എന്നാൽ ബാക്കിലേക്ക് വരുന്ന സമയത്തും സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തും ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ ആ ഒരു DNA അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം അത് അതേപോലെ തന്നെ ഉണ്ട്. എന്നാൽ ചേഞ്ചസ് വിസിബിളാണ്. അതായത് കാണുമ്പോൾ തന്നെ ഇതൊരു സ്വിഫ്റ്റ് ആണെന്ന് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഇത് 2024 സ്വിഫ്റ്റ് ആണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയാണ് അത് ക്രമീകരിച്ചത്. അതായത് ഡിസൈൻ എലമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് DNA സെയിം ആക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡിലെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പത്തെ സ്വിഫ്റ്റിൻ്റെ റിയർ ഡോറിൻ്റെ ഓപ്പണിങ് ഇവിടെയായിരുന്നു, ഈ ഒരു ഭാഗത്ത്. അതിനെ മാറ്റിയിട്ട് ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗവും മാറിയിട്ടുണ്ട്. നേരത്തെ സ്വിഫ്റ്റ് ശ്രദ്ധിച്ച ആൾക്കാർക്കറിയാം, ഇവിടെ ഇങ്ങനെ ഒരു എലമെൻ്റ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് കൊടുത്ത് അതിനകത്തൊരു ഡോർ ഹാൻഡിൽ സിസ്റ്റം അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട്
കുറച്ചുകൂടി ഒരു രസകരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുള്ള ട്രഡീഷണൽ സ്റ്റൈൽ അത് അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ചേഞ്ച് അതാണ്. ബാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് ഒരു 15 mm കൂട്ടിയിട്ടുണ്ട്, നീളം വരുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് ഒരു 10 mm കുറച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ചേഞ്ച് ഡയമെൻഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയറിൽ പ്രധാനപ്പെട്ട ചേഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിലാണ്. ഒരു LED സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇൻഡിക്കേറ്റർ ഹാലജനാണ്, റിവേഴ്സ് ലാമ്പും ഹാലജനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു C ഷേപ്പ്ഡ് പാറ്റേണിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പുറത്ത് നോക്കി ശരിക്കും C ആണ്, ഇവിടെ C തലകുത്തിനിട്ട പോലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നല്ല രസമുണ്ട്. കുറച്ചുകൂടി ക്ലിയർ വിസിബിൾ ആയിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് സെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും കൂടി കയറി നിൽക്കുന്നു. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി നിൽക്കുന്ന പോലെയുണ്ട്. സ്വിഫ്റ്റ് സുസുക്കി ബാഡ്ജിങ്, റിവേഴ്സ് ക്യാമറ യൂണിറ്റ്, അതുപോലെ തന്നെ പുതിയ ഒരു ബമ്പർ വന്നിട്ടുണ്ട്. അതിനകത്ത് റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. എക്സോസ്റ്റ് താഴെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ബോഡിയുടെ ഭാഗമായിട്ടല്ല, ബോഡിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് താഴെ ഭാഗത്തായിട്ടാണ് എക്സോസ്റ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ബൂട്ടിലേക്ക് വരാം. മാനുവൽ ഓപ്പറേറ്റിംഗ് ആണ് ആസ് യൂഷ്വൽ. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. 265 ലിറ്ററാണ് ഇപ്പോഴത്തെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. നേരത്തെ 268 ലിറ്ററാണ്. ഒരു 3 ലിറ്ററിൻ്റെ കുറവ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായത് വീൽ ബേസ് കൂട്ടിയതും ഈ ഒരു സംഭവം കുറച്ചതുമൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു സെക്കൻഡ് റോയിൽ കുറച്ചും കൂടി വിസിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർസൽ ട്രേയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെയാണ്. നമ്മളൊരു 5 ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചത്. ഇവിടെ നമുക്കൊരു ഭാഗം കാണാം ക്ലോസ് ചെയ്യാൻ. അത് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി സൈഡിലൂടെ കയറി വരുന്ന ആ ഒരു ലൈൻ അത് ഇവിടെയും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നൈസ്. ബൂട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൈ കൊണ്ടുപോകാൻ ഈ ഒരു ഭാഗത്ത് ഒരു കട്ടും എലമെൻറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ ഉണ്ട്, ഡീഫോഗർ ലൈൻസ്, ചെറിയൊരു സ്പോയിലർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റോപ്പ് ലാമ്പ്, ആൻറ്റിന, ഷാർക്ക് ഫിൻ ആൻറ്റിന ആക്കായിരുന്നില്ലേ. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണ്. ഡോറ് സൗണ്ട് ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ ഒരു കാര്യം കൂടി പറയാം. ശരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നിലവിൽ ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു കോട്ട് കമ്പനി നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ ചെയ്യുമായിരിക്കും. ഒരു പക്ഷേ ഗ്ലോബൽ എൻക്യാപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ ചിലപ്പം സ്വിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് മാരുതി ചെയ്യില്ലെങ്കിലും അവരുടെ അടുത്ത് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഇൻട്രോയിൽ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പറഞ്ഞതാണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയറാണ് പുതിയ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. ഞാൻ കുറച്ചും കൂടി ഒരു പേഴ്സണലി ബ്ലാക്ക് ഇൻറ്റീരിയറിനെ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഒക്കെ നല്ലതായിരിക്കും, കൊണ്ടുനടക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീലൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതരം പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിൽവർ ടച്ച് ഉണ്ട്. ഡോർ ഹാൻഡിൽസ് ഇവിടെ കാണാം, ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ഭാഗം ഇവിടെ കാണാം. വിൻഡോൻ്റെ കൺട്രോൾ, മിററിൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് ലോക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ് വന്നിട്ടുള്ളത്. അത് സീറ്റിലും ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ് വന്നിട്ടുള്ളത്. ലെതർ ആക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു സജഷൻ പറയാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, മാനുവലാണ്. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്, അതും ഒരു നല്ല കാര്യം. റെസ്റ്റ് എടുക്കാനുള്ള കാലിന് വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇത് 1 ലിറ്റർ കൊള്ളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതിനകത്തുള്ള ചെറിയ കുപ്പിയാണ്, എന്നാലും ചെറിയൊരു കൺജഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സുസുക്കിയുടെ തനതായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല്, ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ ഉണ്ട്. ആദ്യം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയാം. സെൻട്രൽ ഡിജിറ്റലും 2 ഭാഗത്തും അനലോഗും ആയിട്ടുള്ളത് നമ്മൾ സാധാരണഗതിയിലുള്ള ട്രഡീഷണൽ ക്ലസ്റ്റർ എന്ന് പറയില്ലേ, ആ ഒരു ക്ലസ്റ്ററായിട്ടാണ് ഇത് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതാണ് കേട്ടോ കീ വരുന്നത്. ഹരീനയുടെ ബ്ലൂ കളറും ലോക്ക് അൺലോക്ക് പഴയ കീ തന്നെ. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മാനുവൽ കീ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻവോൾവ് വണ്ണിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളൊരു പുതിയ സ്വിഫ്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആക്സസറീസാണ് ഇൻവോൾവ് വണ്ണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്നോഫോൾ എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റാണ്. ഇത് ശരിക്കും നമ്മൾ ഈ മഞ്ഞ് പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ടല്ലോ. സ്നോഫോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കര തലക്കൊക്കെ ഭയങ്കര ഒരു ഉന്മാദം അല്ലെങ്കിൽ ഉന്മേഷം തരുന്ന ഒരു തരം ഫ്രാഗ്രൻ്റാണ് ഇതിനകത്തുള്ളത്. ഇപ്പം വണ്ടിയുടെ അകത്തേക്ക് വരുന്ന സമയത്ത് AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് കഴിഞ്ഞ് ഈ ഒരു സ്മെല്ലും കൂടി ആവുന്ന സമയത്ത് ശരിക്കും അങ്ങനെ ഒരു ഫീല് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു ഫ്രാഗ്രൻസ് സഹായിക്കുമെന്നുള്ളതാണ്. ഇൻവോൾവ് വണ്ണ് കഴിഞ്ഞ 2 വർഷത്തോളം, അതായത് 1.5 വർഷം 2 വർഷത്തോളമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് ആളുകൾ വാങ്ങി, ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു എയർ ഫ്രാഗ്രൻ്റാണ്. തലവേദന ഉണ്ടാക്കുന്നില്ല, ഭയങ്കരമായിട്ട് സ്മെല്ല് വന്നിട്ടുള്ള പ്രശ്നമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫുൾ സ്മെല്ല് വരും. ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ മാത്രമേ സ്മെല്ല് പുറത്തേക്ക് വരും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കപ്പ് ഹോൾഡറിനകത്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ സൈസ് ഭയങ്കര കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 350-400 രൂപയോളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കുക. മസ്കൊക്കെയാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അവർ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കൂടി, അതായത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ല്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാനും ഒരുപാട്
കാലമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ആവശ്യക്കാർ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ക്ലസ്റ്ററിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ കാണുന്ന സമയത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള റൗണ്ടിന് ഒരു ആവരണമൊക്കെ കൊടുത്തിട്ടുണ്ട്, RPM മീറ്റർ. അത് 6000 മുതലാണ് റെഡ് ലൈൻ ചെയ്തേക്കണേ. അതിൻ്റെ താഴ്ഭാഗത്ത് ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ആവരണമൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു മീറ്റർ കൺസോൾ പോലെ തോന്നി. അതിനകത്താണ് ഫ്യൂവൽ ടാങ്കിനെയും കൊടുത്തിട്ടുള്ളത്. ഇനി സെൻട്രലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തേക്ക്, അതായത് സെൻട്രലുള്ള ഡിജിറ്റൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാവിഗേഷനാണ്. തൊട്ടിപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണും, കുറച്ചുകൊണ്ട് പോയിട്ട് ടേൺ ഇടാൻ പറയുന്നുണ്ട്, അതായത് റൗണ്ട് ബോട്ടിൽ അത് അതേപോലെ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. തൊട്ടിപ്പുറത്ത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഏറ്റവും പുതിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് സ്വിഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത്. എന്നാൽ ഈ മൊത്തം ഇൻറ്റീരിയർ വേണമെങ്കിൽ നമുക്ക് ബലീനോട്ടോ ഫ്രോങ്സിനിട്ടൊക്കെ വളരെ പെട്ടെന്ന് കമ്പയർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്വിഫ്റ്റിനകത്ത് ഡാഷ്ബോർഡിലായിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മാപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ടച്ച് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ചെറിയൊരു ഡിലേ എടുക്കുന്നുണ്ട്. ഓക്കെ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ, ഫ്യൂവൽ എഫിഷ്യൻസി, റേഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ റേഞ്ച് 2 km/ലിറ്റർ. അത് നോക്കണ്ട, കാരണം വെച്ചാൽ ഇത് രാവിലെ മുതൽ ഷൂട്ടിന് വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ AC ഒക്കെ ഇട്ടിട്ട് എഞ്ചിൻ ഓൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. താഴെ നമുക്ക് AC വെൻറ്റുകൾ കാണാം. ഈ വെൻറ്റിൻ്റെ പാറ്റേൺ അങ്ങോട്ട് വരുന്ന സമയത്ത് ചേഞ്ച് ആയിട്ടുണ്ട്, വേറെ ടൈപ്പിലാണ്. അതുപോലെ തന്നെ ആ ഡോർ സൈഡിൽ കണ്ട ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ശരിക്കും ഒരു 3D ഫീലുള്ള ഡാഷ്ബോർഡാണ്. കുറേ അധികം എലമെൻറ്റുകൾ. ഈ എലമെൻ്റ് അല്ല ഇത്, ഇവിടെ വേറൊരു എലമെൻറ്റ് കൊടുത്തേക്കണം. അതിൻ്റെ ടെക്സ്ചർ ഡിഫറൻസ് ചെറുതായിട്ട് ഇത് രണ്ടും തമ്മിലുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ബെൽറ്റ് പോലെ. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ. ഇതും നേരത്തെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിനകത്ത് ഒരു റോട്ടറി സ്വിച്ച് പോലത്തെ ഒരു സാധനമായിരുന്നു, അത് മാറിയിട്ട് കുറച്ചുകൂടി ഡിജിറ്റൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോഗിൾ സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. സിംഗിൾ സോണാണ്. AC കൺട്രോൾസ്, അതായത് AC ഓൺ ഓഫ്, ഓട്ടോ, ഫ്രണ്ട്, റിയർ, പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓരോ ബട്ടണുകളായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ട് അതിനകത്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ USB പോർട്ട് കാണാം. USB പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം, മോഡേൺ കാറാണ്. എല്ലാ ഇതിനകത്തും C ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. ഇതിനകത്ത് C ടൈപ്പ് വന്നിട്ടില്ല. അതിന് പകരം ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ട് നമുക്കൊരു അഡാപ്റ്റർ വെച്ചിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫോൺ കാണാം. ഈ ഫോണ് ഇതിൻ്റെ കൂടെ കിട്ടില്ല, തൽക്കാലം ഇവർ വെച്ചേക്കനാണ്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയണം സീറ്റിനെ കുറിച്ചിട്ടോ. ഇത് ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബോഡി ഫിറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്. കുറച്ചും കൂടി തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഫിറ്റായിട്ട് ഇരിക്കാൻ പറ്റുമായിരിക്കും. കംഫർട്ടബിളാണ്. ലൈക്ക് ഒരു കുഷ്യൻ ടൈപ്പൊക്കെയാണ്, പക്ഷേ ഫാബ്രിക് അപ്പോൾസ്റ്റിയാണ്. ലെതർ കൊണ്ടുവന്നുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാവും, അപ്പോൾ വെന്റിലേഷനൊക്കെ കൊടുക്കണം. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, വെന്റിലേഷൻ നാച്ചുറലി ഹാപ്പൺ ആവും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഫാബ്രിക് അപ്പോൾസ്റ്റിനകത്ത് സ്വാഭാവികമായിട്ടും കോസ്റ്റ് കട്ടിങ് ആയിരിക്കും ലെതർ കൊണ്ടുവരാത്തത് എന്നുള്ള വേറൊരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിഫ്റ്റ് നേരത്തെ ഇനീഷ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 3 ലക്ഷം 4 ലക്ഷമൊക്കെയാണ്. ഇപ്പം സ്റ്റാർട്ടിങ് തന്നെ 6 ലക്ഷമൊക്കെ ആയിരിക്കും. എന്നാലും റൂഫിൻ്റെ ഭാഗത്തെ മെറ്റീരിയൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ മിററോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് കാര്യങ്ങൾ ഒറ്റൊന്ന്, അതായത് സെൻട്രൽ ലാമ്പ് ആണ് കൊടുത്തേക്കുന്നത്, യെല്ലോ ലാമ്പാണ്. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ അല്ല, പകരം മാനുവലിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വലിപ്പം കൂട്ടിയെന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് മെറ്റീരിയൽ കാണാം. ഇത് ഗിയർ സിസ്റ്റം, ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു AGS സിസ്റ്റം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിൽ അതിനെ പരിചയപ്പെടുത്താം. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ് ഗ്ലോ ബോക്സ്, അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂൾഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളതാണ്. ഡാഷ്ബോർഡ് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല എയറി ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി റിയർ സ്പേസിലേക്ക് വരുന്ന സമയത്ത് സ്പേഷ്യസ് ആണ്. നേരത്തെ നമ്മൾ പറയുമ്പോൾ തന്നെ തൈ സപ്പോർട്ടൊക്കെ എനിക്കുണ്ട് ഈ സീറ്റിൻ്റെ കാര്യത്തിൽ. സീറ്റ് കുറച്ച് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. റിക്ലൈൻ ചെയ്യാൻ പറ്റില്ല. ഫാബ്രിക് അപ്പോൾസ്റ്റിയാണ്. കുഷ്യൻ കുറച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ്സ് നൈസ്. ലെഗ് റൂം നോക്കിയാൽ ഒരു 4 വിരൽ ഗ്യാപ്പ് എനിക്കുണ്ട്. കാലൊക്കെ എനിക്ക് അതിനകത്തേക്ക് കയറ്റി വെച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയാൽ ഇത്രയും നമുക്ക് വേണമെങ്കിൽ കാല അതിനകത്തേക്ക് വെക്കാം. അത് നല്ലൊരു കാര്യം. ഹെഡ് റൂമും എനിക്കൊരു ഉണ്ടോ 4-5 വിരൽ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അതായത് ഇത്രയും നീളമുള്ള എനിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ബാക്കിലിരിക്കാൻ പറ്റും. 2 ഹെഡ് റെസ്റ്റുകളാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്, പക്ഷേ 3 ആളുകൾക്ക് ഇരിക്കാം. ചെറിയൊരു ടണൽ ഭാഗം ഇവിടെ നമുക്ക് കാണാം, സെൻട്രൽ ടണലിൻ്റെ. അതുപോലെ തന്നെ റിയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മോസ്റ്റ് ആവശ്യമുള്ളൊരു സാധനം, കാരണം നാട്ടിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. അതിനകത്ത് മൊബൈൽ ഫോൺ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വെക്കാം. വേണ്ട, ഇതിനേക്കാളും വലിയ മൊബൈൽ ഫോണെങ്കിൽ വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് C ടൈപ്പാണ്. ഇൻട്രസ്റ്റിംഗ്.
സി ടൈപ്പ് വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നു. കാരണം മോസ്റ്റ് മോഡേൺ ഫോണുകളൊക്കെ സി ടൈപ്പാണ്. അപ്പോൾ മാരുതി അത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രണ്ടിലില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിനൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരുന്ന സമയത്ത്. ഇവിടെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടില്ല റിയറിൽ, അത് കൊടുക്കായിരുന്നു അല്ലേ. ഒരു ആംബ്രസ്റ്റിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്നാലും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ലോങ് ജേർണിയിൽ. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോണറ്റ് ഓപ്പൺ ആക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, ഇത്രയും ഭാഗമാണ് ഓപ്പണായി വരുന്നത്. വെയിറ്റൊക്കെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഓവറോൾ 20 kg ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ ഈ വാഹനത്തിനകത്ത്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കനം കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ചേസിസ്, നമ്മൾ ഷാസി ചെറുതായിട്ട് ഇതിന് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് എന്നും മാരുതി അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ അതേപോലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഏത് മോഡലിനെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കമൻറ്റുകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ എഞ്ചിൻ. ഏറ്റവും പുതിയ എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത് ന്യൂജൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സീരീസ്, അതായത് Z സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് K സീരീസ് എഞ്ചിനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1.2 ലിറ്റർ K സീരീസ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു 1.2 ലിറ്റർ Z സീരീസ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പവറിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ചേഞ്ച് ഉണ്ട്. നേരത്തെ 90 PS ഉണ്ടായിരുന്നു, ഇപ്പം 82 PS പവറാണുള്ളത്. 8 PS അവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ടോർക്കിൻ്റെ കേസിൽ 112 ഇതിനകത്ത് വരുന്നത്. നേരത്തെ 113 ഉണ്ടായിരുന്നു. ഒരു NM ടോർക്കിന് അവിടെയും കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25.7 ഓട്ടോമാറ്റിക്കിനകത്തും മാനുവലിലേക്ക് വരുന്ന സമയത്ത് 24.8 അപ്പം എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് അല്ലേ ഫ്യൂവൽ എഫിഷ്യൻറ്റ് കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മാരുതിയുടെ വാഹനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ്. ക്ലോസ് ചെയ്തു. സൗണ്ടൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രൈസാണ് 6,40,000 ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. എനിക്ക് തോന്നുന്നു നേരത്തെ 6,20,000 അങ്ങനെ എന്തോ ആയിരുന്നു. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 9,60,000, അതായത് 9,60,000 ഏറ്റവും ടോപ്പ് എൻഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലിന് പ്രൈസ് വരുന്നത് എന്നുള്ളതാണ്. പ്രൈസിൻ്റെ കാര്യത്തിലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത്, ഒന്ന് റിയർ പാർക്കിംഗ് സെൻസർ 4 ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാരുതി സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ 6 എയർ ബാഗുകളും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നൈസ് അല്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോളേ നമ്മുടെ സ്വിഫ്റ്റ്, അതായത് ന്യൂജൻ സ്വിഫ്റ്റിനെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നല്ലൊരു ഹൈവേയിലാണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3 വരി പാത, മൊത്തം 6 വരി, അപ്പുറം കൂടി 6 വരിയുണ്ട്. നമ്മളൊരു 80 എന്നുള്ളൊരു ആവറേജ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂസ് കൺട്രോളൊക്കെ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്ത് ഇതാക്കാം. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാനുവലാണ്. മാനുവലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പവർ അപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറഞ്ഞു മാനുവൽ അത്യാവശ്യം നല്ല പഞ്ചിയാണ്. ഇനീഷ്യലി നമ്മളിപ്പം എടുക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു നിമിഷം മുതൽ അത്യാവശ്യം നല്ലൊരു ഫീൽ വൈബിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എടുത്ത് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ മാനുവൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന സാധനം ഒന്നുകൂടി പറയാം. അതായത് മാനുവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ പവർ അപ്പ് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്കിതിനെ പവർ അപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആൻഡ് പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ ലാഗോ അല്ലെങ്കിൽ പവർ അപ്പ് ആയി വരാത്തൊരു ഫീലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് സ്റ്റിയറിംഗ് വീല് ഭയങ്കര എന്താ പറയുക, റിവേഴ്സ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുള്ള ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് വീലാണ്. അടിപൊളിയായിട്ട് ഈ വണ്ടിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു മീഡിയ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകത വെച്ചാൽ 2 ഇതിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ആ ഒരു സമയത്ത്, അതായത് ആ ഒരു ട്രാക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് നമ്മളെ പോയിന്റിൻ്റെ ഉള്ളിലൂടെ കവർ ചെയ്ത് കൊണ്ടുപോകാനും വളച്ചെടുക്കാനും യൂ ടേൺ എടുക്കാനും ഒക്കെ ഈ വണ്ടി നല്ല രൂപത്തിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പവറാണ്. അതേപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് മാനുവർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റി കാർ എന്നുള്ളൊരു കൺസേൺ വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ പവർ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന, 5 ആളുകൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക്. പിന്നെ അതുപോലെ കോമ്പാക്ട് സൈസുമാണ്. ആ ഒരു സൈസും ഒക്കെ കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഏതൊരു ട്രാഫിക്കിനിടയിലും നമുക്ക് സിഗ്സാഗ് ഒക്കെ എടുത്ത് പോകാനും, സിഗ്സാഗ് ഒക്കെ എടുക്കുമ്പോൾ പ്രോപ്പർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക, അപ്പോൾ അങ്ങനെ ഒക്കെ എടുത്ത് പോകാനും, അതുപോലെ തന്നെ സിറ്റി ട്രാഫിക്കിനിടയിൽ മാനുവർ ചെയ്യാനും നല്ലൊരു ഹൈവേയിൽ ക്രൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കിടിലൻ വാഹനം എന്നുള്ളതാണ് സ്വിഫ്റ്റ് ഓടിച്ച സമയത്ത് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഏറ്റവും പുതിയ എഞ്ചിനാണ്. അതിൽ നമ്മൾ 1 സിലിണ്ടർ കട്ടായി എന്ന് പറഞ്ഞു. ശരിക്കും ഇതിനേക്കാൾ കുറച്ചും കൂടി അധികം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബലീനോ കിട്ടും കേട്ടോ. അതിനകത്ത് 4 സിലിണ്ടറാണ്, 360 ഡിഗ്രി ക്യാമറ കിട്ടും, ലെതർ ടപ്പോൾസ്ട്രി ഉണ്ട്, അങ്ങനെ കുറേ പ്രത്യേകതകൾ അതിനുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മാരുതിൻ്റെ തന്നെ വണ്ടി ആയതുകൊണ്ട് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഒരു 3 സിലിണ്ടർ ആയി എന്നുള്ളതിൻ്റെ ഫീലുകളൊന്നും അങ്ങനെ
കാര്യമായിട്ട് നമുക്ക് മാനുവലിൻ്റെ അകത്ത് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് ആ ഒരു പവർ ഡ്രോപ്പ് വന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ എന്തായാലും ഒരു ഇതുണ്ടായിരിക്കും, പക്ഷെ അതങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതും ഒരു നല്ല കാര്യം. പ്രത്യേകിച്ച് മൈലേജ് കൂട്ടിയിട്ടുണ്ട്. ഒരു ടാങ്ക് ഫുള്ള് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സഞ്ചരിക്കാവുന്ന ദൂരം കൂടി, അതായത് മൈലേജ് കൂടി. ഇതിനകത്ത് 24 സംതിങ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ഫാമിലി കാറാണല്ലേ. അപ്പോൾ കമ്പനി പറയുന്നതിലും ചെറിയൊരു വ്യത്യാസം എന്തായാലും നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാവും, ക്വൈറ്റ് നാച്ചുറൽ അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു 100 സ്പീഡിൽ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 100ൻ്റെ മേലേക്ക് കയറി 110, ഒരു കുഴപ്പമില്ല, 120 ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ മാനുവർ ചെയ്യുന്നുണ്ട്. പാളുന്ന പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതാ 120 കറവ് എന്ന് പറയാൻ പറ്റില്ല, നല്ല ചെറിയൊരു കറവാണ്. ബോഡി റോളോ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. 120 കഴിഞ്ഞിട്ട് അലാറം അടിച്ചു. 120 അലാറം വന്നേക്കണേ, 80 അലാറം കണ്ടില്ല. പിന്നെ അതുപോലെ 4 സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് ഉണ്ട്. 4-നകത്തും ലോഡ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം, ഓടിച്ച് നടക്കാൻ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മെഷീൻ. കുറച്ചും കൂടി കോമ്പാക്ട് സൈസാണ്, വിസിബിലിറ്റിയും നല്ലതാണ്. എൻ്റെ അതിൻ്റെ മുകളിലാണ് വിൻഡോ എൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊന്നും കാര്യമായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല. പില്ലർ ഇവിടെ ഉണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാലും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഓരോ ഗിയറിൻ്റെ ഇടയിലും എത്ര ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗിയർ സ്റ്റാർട്ട് ചെയ്യണേ, ഒരു 40 വരെ പോവാട്ടോ. 40 ഫസ്റ്റ് ഗിയറിൽ. സെക്കൻഡ് ഗിയറിൽ ഒരു 70 കഴിയുമ്പോൾ റവ് ആവുന്നുണ്ട്. തേർഡ് ഗിയറിൽ ഒരു 100 വരെ പോവാം. 100 അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ചെറുതായിട്ട് റവ് ആവാൻ തുടങ്ങി. ഫോർത്ത് ഗിയറിൽ പിന്നെ 100 എബോ 120 വരെയൊക്കെ പോകുന്നുണ്ട്. 100ൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കയറ്റി നോക്കിയിട്ടില്ല. റവ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എഞ്ചിൻ നോയ്സ് വരുന്നുണ്ട്, ഓവർ റവ് ആവുന്നുണ്ടെന്ന് അത് ഉദ്ദേശിച്ച്. അതായത് എഞ്ചിൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഗിയർ മാറ്റാനുള്ള സമയമായി എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു ഐഡിയയും കൂടിയാണത്. എഞ്ചിൻ സൗണ്ട് മാറുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്രൊപ്പോഷൻ കറക്റ്റ് അറിയാത്തവർ, RPM ഒന്ന് നോക്കി മാറ്റാൻ അറിയാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രിക്കാണ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയർ വരെ എത്തിയിട്ടുള്ളൂ. ആക്ച്വലി അപ്പോഴേക്ക് 120 ആയി. ഇനി ഒരു ഫിഫ്ത്ത് ഗിയർ കൂടി ബാക്കിയുണ്ട്. അതിൽ നമ്മൾ നല്ല രീതിയിൽ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ വാഹനം ഓടിക്കാം എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം പവർഫുൾ ആണ്, നല്ല ഈസി ടു കമ്മ്യൂട്ടാണ്, അങ്ങനെ കൂടി പറയണം. മാനുവറിങ് വളരെ എളുപ്പമാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല അടിപൊളി റെസ്പോൺസ് ആണ്. അതുപോലെ ഏത് ഇതിനിടയിലൂടെ ഓടിച്ചെടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഫാമിലി കാർ എന്ന് തന്നെ വേണമെങ്കിൽ സ്വിഫ്റ്റിനെ വിശേഷിപ്പിക്കാം. ഇപ്പം ഇതിന് കഴിഞ്ഞിട്ട്, അതായത് ഇന്നലെ ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം മാരുതിൻ്റെ ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് തരം ആൾക്കാർക്കാണ് ഈ വാഹനം സൂട്ട് ആവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരവുള്ളൂ, യങ്സ്റ്റേഴ്സ് ലൈക്ക് മീ. ഞാൻ എങ്കാലത്തിൽ വേറെ ഒന്ന് ആലോചിക്കണം. പക്ഷെ എന്തിനു വെച്ചാലും യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അതിൽ ഫാമിലിനെയും കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എന്നാണ്. നമ്മൾ ആക്സറീസ് ഒക്കെ ചെയ്തൊരു വണ്ടിനെയും കൂടി നമ്മളവിടെ കണ്ടായിരുന്നു. ഫുഡ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ഭാഗത്തൊരു റെഡ് എലമെൻ്റ് ഒക്കെ കൊടുത്ത് ഒന്നും കൂടി സ്പോർട്ടിയർ ആക്കിയിട്ടുണ്ട്. ആക്സറീസ് മാരുതി ഡീലർഷിപ്പുകളിൽ കിട്ടുമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന് പറയുന്ന മോഡൽ. അത് ഓടിക്കുന്ന സമയത്തുള്ള ഫീലിംഗ്, ചെറുതായിട്ടൊരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്ത സമയത്തുള്ള ഫീലിംഗ്, ഇത് കാണുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ്, അതായത് 2024 വന്ന സമയത്തുള്ള ചേഞ്ചസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻവോൾവ് ആണ് ട്രൈ ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.